ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒന്നുകിലാവിലെ 10ാം ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 2000 വർഷങ്ങൾക്ക് മുമ്പ് അങ്ങ് ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ഒരു കുഞ്ഞു പിറന്നു. ലോകരക്ഷകനായ യേശുക്രിസ്തു പിതാവായ ദൈവം തന്റെ ഏകജാതനെ നമ്മുടെ രക്ഷയ്ക്കായി ഭൂമിയിലേക്ക് അയച്ചു. ഈ ജനനം നിരവധി പ്രവചനങ്ങളുടെ പൂർത്തീകരണവും വളരെ മഹത്വമേറിയതുമായിരുന്നു. എന്നാൽ ഈ ജനനത്തിന്റെ ലാളിത്യമാണ് അതിന്റെ മഹത്വത്തെ കൂടുതൽ ജ്വലിപ്പിക്കുന്നത്. കാരണം രാജാക്കന്മാരുടെ രാജാവായ കൃഷ്ണനാഥൻ ജനിച്ചത് ഒരു കൊട്ടാരത്തിലോ മണിമാളികയിലോ അല്ല, മറിച്ച് വെറും ഒരു കാലിത്തൊഴുത്തിലാണ്. അതും ഒരു സാധാരണ കുടുംബത്തിൽ. ഈ കാലിത്തൊഴുത്ത് നമ്മൾ കുട്ടികൾക്ക് പല പാഠങ്ങൾ പകർന്നു നൽകുന്നു. അത് നമ്മെ പഠിപ്പിക്കുന്നത് ലാളിത്യത്തിന്റെ സത്യത്തെയാണ്. പിതാവായ ദൈവം ഇളയവരോട് കൂടുതൽ പ്രിയം പുലർത്തി. അതിനാലാണ് മിശിഹ ആഡംബരമോ വലിയ പദവിയോ ഇല്ലാതെ വെറും ഒരു സാധാരണ കാലിത്തൊഴുത്തിൽ പിറന്നത്. ദൈവം തന്നെ തന്നെ ദരിദ്രനാക്കി. പിള്ളക്കച്ചകളാൽ പൊതിഞ്ഞ പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ഈശോ സ്വയം ശൂന്യവൽക്കരണത്തിന്റെയും ലാളിത്യത്തിന്റെയും ദാരിദ്ര്യത്തിന്റെയും ദൈവാശ്രയത്തിന്റെയും മഹനീയമായ പാഠം നമ്മെ പഠിപ്പിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ലോകം പണത്തിനും ആഡംബരത്തിനും പ്രാധാന്യം കൽപ്പിക്കുന്ന ഒന്നായി മാറിയിരിക്കുകയാണ്. എന്നാൽ യേശുവിന്റെ ജനനം നമ്മെ പഠിപ്പിക്കുന്നത് സ്നേഹവും ത്യാഗവും കൊണ്ടാണ് യഥാർത്ഥ സമ്പത്ത് നേടാനാവുക എന്നതാണ്. മറ്റുള്ളവരുടെ ദുഃഖങ്ങളും ആവശ്യങ്ങളും മനസ്സിലാക്കി അവരെ സഹായിക്കുകയും ചെയ്യുന്നത് വഴിയാണ് നമുക്കിത് സാധ്യമാകുന്നത്. ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിലെ ഉണ്ണിയേശുവിന്റെ ചുറ്റുമുണ്ടായിരുന്നത് ആടുകളും ആട്ടിടയന്മാരുമാണ്. ഇത് പിതാവായ ദൈവം ഇളയവരോട് പ്രകടിപ്പിക്കുന്ന സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും പ്രതീകങ്ങളാണ്. കുഞ്ഞുങ്ങളായ നമുക്ക് സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും പരസ്പര സഹകരണത്തിന്റെയും ദിശാബോധം നൽകുന്നതാണ് യേശുവിന്റെ കാലിത്തൊഴുത്തിലെ ജനനം. ഈ സത്യം നമ്മൾ മനസ്സിലാക്കി ലളിതമായ ജീവിതത്തിലൂടെ മറ്റുള്ളവരെ സഹായിച്ചും ദൈവത്തിലുള്ള വിശ്വാസത്തിൽ ആഴപ്പെട്ടും മറ്റുള്ളവർക്ക് മാതൃകയായി ജീവിക്കാൻ നമുക്ക് ശ്രമിക്കാം. മദർ തെരേസയുടെ വാക്കുകൾ ഓർക്കുക. ലോകത്തിൽ ദാരിദ്ര്യവും വേദനയും ഇല്ലാതാക്കാൻ നാം ഓരോരുത്തരും നമുക്ക് സാധിക്കുന്ന ഓരോ ചെറിയ സ്നേഹ പ്രവർത്തനങ്ങളും ചെയ്യുക. അതെ, ഇത്തരത്തിലുള്ള സ്നേഹ പ്രവർത്തനങ്ങളിലൂടെ യേശു നമ്മളെ വീണ്ടും ജനിക്കുവാനുള്ള ഒരിടം നമ്മുടെ മനസ്സിൽ നമുക്കൊരുക്കാം. എല്ലാവർക്കും സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ഒരു പുതിയ ക്രിസ്മസ് ആശംസിച്ചുകൊണ്ട് നിർത്താം.